പുതുമകൾ വന്നുകൊണ്ടേയിരിക്കും, വന്ന പോലെ പോവുകയും ചെയ്യും. എന്നാൽ പഴമയുടെ നന്മ എക്കാലവും നിലനിൽക്കും. നമ്മുടെ നാട്ടറിവുകൾ നമുക്ക് നൽകുന്നത് അത്തരം നന്മകളുടെ നല്ല പാഠങ്ങളാണ്. എന്നാൽ നാട്ടറിവുകൾ പലപ്പോഴും അന്ധവിശ്വാസങ്ങളായി മാറാറുണ്ട്. അത്തരം അന്ധവിശ്വാസങ്ങൾ നമ്മെ സ്വാധീനിക്കുകയും ചെയ്യാറുണ്ട്. നാട്ടറിവുകളിലെ അന്ധവിശ്വാസങ്ങളെ ഒഴിവാക്കി അതിലെ അറിവുകളെ നമുക്ക് ജീവിതത്തിൽ പകർത്താവുന്നതാണ്. അത് നമ്മുടെ ഭാവിയെ ശോഭനമാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് ഓഗസ്റ്റ് 22 ലോക നാട്ടറിവ് ദിനം. ഈ ദിനത്തെക്കുറിച്ചാണ്, ഇതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം. ഇന്നത്തെ പല ടെക്നോളജികളെയും പോലെ ഒരു സുപ്രഭാതത്തിൽ ആരും കണ്ടുപിടിക്കുന്നതല്ല നാട്ടറിവുകൾ. അത് തലമുറകളിലൂടെ കൈമാറിക്കൊണ്ടിരിക്കുന്നതാണ്. പേര് പോലെ തന്നെ നാടിൻ്റെ അറിവുകളാണ് നാട്ടറിവുകൾ. അത്തരം കുറേ നാട്ടറിവുകളെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പറയുന്നത്. പുതിയ കാലത്തിൽ ജനിച്ച് കൂടുതൽ പുതിയ കാലത്തേക്ക് വളരുന്ന പുതിയ തലമുറയെ നമ്മുടെ പ്രൗഢമായ പഴയ കാലത്തിൻ്റെ നന്മയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക കൂടിയാണ് നാട്ടറിവുകൾ ചെയ്യുന്നത്. നമ്മുടെ ചില പണിയായുധങ്ങളിലെ നാട്ടറിവുകൾ ആദ്യം പ്രതിപാദിക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജലസൂത്രവും ജലയന്ത്രവും. ജലം ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സംവിധാനമാണ് ജലസൂത്രം. കിണറ്റിൽ നിന്നും ജലം വലിച്ചു കയറ്റുന്ന സംവിധാനത്തിന് ജലയന്ത്രം എന്നും പറയുന്നു. മുമ്പൊക്കെ പാടങ്ങളിൽ ഉണ്ടായിരുന്ന ചക്രം, കപ്പി എന്നിവ നമുക്ക് ഉദാഹരണമായി പറയാം. അതുപോലുള്ള ഒന്നാണ് അടകല്ല്. അടകല്ല് എന്ന വാക്കാണ് പറഞ്ഞ് അടോല് ആയിത്തീർന്നത്. ചൂടാക്കിയ സ്വർണ്ണക്കമ്പിയും മറ്റ് ലോഹങ്ങളും അടോലിൽ വെച്ച് അരച്ച് അടിച്ചു പരത്തിയും വലിച്ചു നീട്ടിയുമൊക്കെയാണ് പണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അതാണ് അടോലിൻ്റെ സവിശേഷത. ഇതൊരു നമ്മുടെ നാട്ടറിവിൻ്റെ ഭാഗമാണ്. ഇന്നത് പലയിടത്തും കാണാറില്ല. മറ്റൊന്നാണ് കത്തിക്കൂട്. കള്ള് ചെത്തുവാൻ തെങ്ങിൽ കയറുന്നവർ തങ്ങളുടെ കത്തി സൂക്ഷിക്കുന്ന മരക്കൂടിനെയാണ് കത്തിക്കൂട് എന്ന് പറഞ്ഞിരുന്നത്. ചതുരത്തിലുള്ളതും കനം കുറഞ്ഞതുമായ ഈ മരക്കൂട് പലക കൊണ്ടാണ് നിർമ്മിക്കുന്നത്. 10 ഇഞ്ചോളം ചതുരത്തിലുള്ള ഇതിന് 1 ഇഞ്ച് കനം കാണും. മൂർച്ചയുള്ള കത്തി ഇതിനുള്ളിൽ തിരുകി കൂട് പിന്നിൽ കെട്ടിവെച്ചാണ് ചെത്തുകാർ തെങ്ങിൽ കയറുക. ഇന്ന് കള്ളിൻചത്ത് തന്നെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറിയ സാഹചര്യത്തിൽ കത്തിക്കൂടും അപ്രത്യക്ഷമാകുന്നു. കൈക്കോട്ട്. മണ്ണ് വെട്ടി മാറ്റാനും ഇളക്കി മറിക്കാനുമൊക്കെ പണ്ട് കൈക്കോട്ട് ഉപയോഗിച്ചിരുന്നു. ഇതിൻ്റെ പരിഷ്കൃത രൂപമാണ് തൂമ്പ. പ്രാചീന കാലത്ത് ഇവ കനിത്രം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഖനനം, അതായത് കുഴിക്കൽ നടത്താനുള്ളതാണ് കനിത്രം. അതാണ് ഈ കൈക്കോട്ട്. ഇനി ചൂരക്കൊടുക്കയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? തെങ്ങിൻ മുകളിലെ മാട്ടത്തിൽ, അതായത് കലത്തിൽ നിറയുന്ന കള്ള് ശേഖരിക്കാൻ ചെത്തുകാർ ഉപയോഗിക്കുന്ന പാത്രം. അതാണ് ചൂരക്കൊടുക്ക. തട്ടിമുട്ടി പൊട്ടിപ്പോകാതിരിക്കാൻ പുറത്ത് പിണിക്കയർ പാകും. കഞ്ഞിക്കൂട്, ചെളിക്കുടുക്ക എന്നിവയ്ക്കൊപ്പം ചുരക്കുടുക്കയും പിന്നിൽ കൊളുത്തിയാണ് ചെത്തുകാർ തെങ്ങിൽ കയറുക. അതുപോലെ തന്നെ കലപ്പയും നമ്മുടെ നാട്ടറിവിൻ്റെ ഭാഗമാണ്. നിലമുഴുന്നതിനാണ് കലപ്പ ഉപയോഗിച്ചിരുന്നത്. കലപ്പയുടെ പഴയ പേര് ഹലം എന്നായിരുന്നു. കൊഴു, കരിവി എന്നും ഇതിന് പേരുകളുണ്ട്. കയർ കൊണ്ടോ ബലമുള്ള കാട്ടുവള്ളി കൊണ്ടോ മരം കയറാൻ ഉപയോഗിക്കുന്ന വലയത്തിന് പറയുന്ന പേരാണ് തളപ്പ. തളപ്പെന്നും പറയും. കാലിൽ ഉപ്പൂറ്റിക്ക് മുകളിൽ തളപ്പിട്ടാണ് മരം കയറ്റക്കാർ മുകളിലേക്ക് കയറുക. പച്ചോലകൾ ചേർത്ത് കെട്ടിയും വാഴനാര് കൊണ്ടും തളപ്പ് ചേർത്ത് കെട്ടിയിരുന്നു. ഇന്ന് മരം കയറ്റം ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് തന്നെ നടത്താവുന്ന രീതിയിലേക്ക് മാറിയതോടെ മരം കയറ്റക്കാരും കുറഞ്ഞു, അവർ കാലിലിടുന്ന തളപ്പും കുറഞ്ഞു. എന്നാലും നമ്മുടെ മനുഷ്യചരിത്രം പറയുന്ന ഒന്നുകൂടിയാണ് തളപ്പെന്ന ഈ ഉപകരണം. ഇതൊരു നാട്ടറിവിൻ്റെ ഭാഗമാണ്.
മനുഷ്യൻ പണ്ടുകാലത്ത് എങ്ങനെയൊക്കെ ജീവിച്ചിരുന്നു, അന്നും അവർ പരിമിതമായ തോതിൽ ശാസ്ത്രത്തിൻ്റെ ഓരോ കണ്ടെത്തലുകൾ ഉപയോഗിച്ചിരുന്നു. ഇതൊക്കെ ഈ സൂചിപ്പിച്ചതൊക്കെ തന്നെ ഒരിനം ശാസ്ത്ര കണ്ടെത്തലുകൾ തന്നെയാണ്, ലളിതമായ ശാസ്ത്ര കണ്ടെത്തലുകൾ എന്ന് പറയാം അന്നത്തെ മനുഷ്യൻ്റെ. ഇനി നമ്മുടെ ഭക്ഷണത്തിലെ ചില നാട്ടറിവുകളെ പറയാം. ചിലതൊക്കെ കേട്ടാൽ നാം മൂക്കത്ത് വിരൽ വയ്ക്കും, വളരെ കൗതുകം നിറഞ്ഞതുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആനയപ്പം. അരിയും ഉഴുന്നും അരച്ച് ആവിത്തട്ടിൽ മാവ് ഒന്നിച്ചൊഴിച്ച് മൂടി അടച്ചാണ് ആനയപ്പം ഉണ്ടാക്കുന്നത്. വളരെ വലുപ്പത്തിലുണ്ടാക്കുന്ന ആനയപ്പം മുറിച്ച് കഷ്ണങ്ങളാക്കിയാണ് പണ്ട് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ കലത്തപ്പം, അത് അരിമാവും തേങ്ങയും വെല്ലവും കുഴച്ച് ആവിയിൽ വേവിച്ചുണ്ടാക്കുന്ന മലബാർ പലഹാരമായിരുന്നു. അതും നല്ല രുചികരമായ ഒന്നാണ്. തരിപ്പോള, വലിയൊരു കിണ്ണത്തിലെടുത്ത റവയും പഞ്ചസാരയും കൂട്ടിക്കലർത്തി താഴെയും മുകളിലും തീ കത്തിച്ച് മൂപ്പിച്ചുണ്ടാക്കുന്ന പലഹാരമാണ് തരിപ്പോള. തരിപ്പോളയിൽ ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ചേർത്താണ് കഴിക്കുന്നത്. ഇനി തേൻ കുഴലപ്പം കേട്ടിട്ടുണ്ടോ? ഒരു മധുര പലഹാരമാണിത്. ഏലത്തരിയും ജീരകവും ഇട്ട അരിമാവ് കുഴച്ചെടുത്ത് മുറുക്കിൻ്റെ രൂപത്തിൽ ചുറ്റി എടുക്കുന്നു. ഇത് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത് ശർക്കരയിൽ വിളയിക്കുന്നതാണ് തേൻ കുഴലപ്പം. പാൽക്കഞ്ഞി നമുക്കറിയാം, എന്നാൽ പൂച്ചക്കഞ്ഞിയോ? ഓണത്തിന് മുമ്പ് വരുന്ന പൂരാടത്തിന് വടക്കൻ കേരളത്തിലെ ചാലിയന്മാർ വെച്ചിരുന്ന ഒരിനം കഞ്ഞിയാണ് പൂച്ചക്കഞ്ഞി. 2 ദിവസം പഴക്കമുള്ള കാടിവെള്ളത്തിൽ തവിടും ശർക്കരയും ചേർത്താണ് പൂച്ചക്കഞ്ഞി ഉണ്ടാക്കിയിരുന്നത്. ഇനി ഒയ്യം എന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? തെങ്ങിൻ കള്ളിൽ നിന്ന് ചക്കരയും കുമ്പിളിയും ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെയും മിച്ചമുള്ള പദാർത്ഥങ്ങൾ ചുരണ്ടിയെടുത്ത് ചക്കര പോലെ ആക്കി എടുക്കുന്നതാണ് ഒയ്യം. മാടമ്പി പലഹാരത്തെക്കുറിച്ച് അറിയാമോ? മറ്റൊന്നുമല്ല, മധുര പലഹാരമായ കൊഴുക്കട്ടയുടെ മറ്റൊരു പേരാണ് മാടമ്പി പലഹാരം. അത്രയേ ഉള്ളൂ. ഇനി കിളിപ്പണ്ടി, നിലത്ത് വീണ് കിളിർക്കുന്ന കശുവണ്ടികളിൽ നിന്നും പുറത്തേക്ക് കാണപ്പെടുന്ന പച്ചനിറം കലർന്ന പരിപ്പാണ് കിളിപ്പണ്ടി. കശുമാവുകൾ ധാരാളം ഉണ്ടായിരുന്ന പ്രദേശങ്ങളിൽ കുട്ടികൾ രുചികരമായ ഈ പരിപ്പ് അടർത്തിയെടുത്ത് തിന്നുക പതിവായിരുന്നു. ഇനി പണ്ടുണ്ടായിരുന്ന പ്രസിദ്ധമായ ഒരു അടയുണ്ട്. അതിൻ്റെ പേര് മാങ്ങാണ്ടി അട. മാങ്ങാണ്ടി പിളർന്ന് പരിപ്പെടുത്ത് ഉണക്കി പൊടിച്ച് കയ്പ് മാറ്റി അരിപ്പൊടിയും തേങ്ങയും ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന അടയാണ് മാങ്ങാണ്ടി അട. ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് മാങ്ങാണ്ടി അട. ഇന്നത് കാണാറേയില്ല. ഇനി പായസത്തിലേക്ക് വന്നാലോ? നമ്മുടെ നാട്ടറിവിൻ്റെ ഭാഗമായി പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പല പായസങ്ങളും ഇന്ന് കണി കാണാൻ പോലുമില്ല. അരിങ്ങാടൻ പായസമാണ് ഏറ്റവും രസകരം. വടക്കൻ കേരളത്തിൽ തെയ്യങ്ങൾക്കുള്ള പാരണയ്ക്കായി ആയിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ഉപവാസത്തിന് ശേഷം ആദ്യം കഴിക്കുന്ന ഭക്ഷണമാണ് പാരണം. അതിൽ നിന്ന് രൂപപ്പെട്ടതാണ് അരിങ്ങാടൻ. ഇത് ഒരിനം മധുരഭോജ്യമാണ്, പായസമെന്ന് പറയാം. മറ്റൊന്നാണ് മകത്തടിയൻ പായസം. അരിപ്പൊടി, കുവപ്പൊടി, ശർക്കര എന്നിവ ചേർത്തുണ്ടാക്കുന്ന പായസമാണ് മകത്തടിയൻ പായസമെന്ന് പറയുന്നത്. കന്നിമാസത്തിലെ മകം നാളിൽ ഉണ്ടാക്കുന്ന ഇത് ചീവോതി എന്ന ദേവതയ്ക്കുള്ള നിവേദ്യമായിട്ടാണ് കരുതപ്പെടുന്നത്. തെക്കൻ കേരളത്തിലാണ് മകത്തടിയൻ പായസം പ്രചാരത്തിലുള്ളത്. പക്ഷേ ഇപ്പോൾ തെക്കൻ കേരളത്തിലും എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയില്ല. പക്ഷേ നമ്മുടെ നാട്ടറിവിൻ്റെ ഭാഗം കൂടിയാണ് ഈ മകത്തടിയൻ പായസം. ബ്രാഹ്മണർ നിർമ്മിച്ചിരുന്ന ഒരിനം പലഹാരമായിരുന്നു ഉണ്ടക്കുഴമ്പ്. തുവരപ്പരിപ്പും കടലപ്പരിപ്പും കുതിർത്ത ശേഷം ഉപ്പും മുളകും കായവും കറിവേപ്പിലയും ചേർത്ത് അരച്ചെടുക്കും. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് മാവ് ചൂടാക്കി ഉരുളകളാക്കി ആവി കയറ്റി ചെറു ചൂടോടെയാണ് ഇത് കഴിച്ചുകൊണ്ടിരുന്നത്. ഇനി ചില പഴയ ആഭരണങ്ങളെക്കുറിച്ച് പറയാം. പുരുഷന്മാർ കാതിൽ ധരിച്ചിരുന്ന ഒരു ആഭരണമുണ്ടായിരുന്നു. കല്ലിവെച്ച കടുക്കൻ പണ്ടുകാലങ്ങളിൽ കുനീതയുടെയും സമ്പന്നതയുടെയും കൂടി പ്രതീകമായിരുന്നു. പൊതുവെ ഇതിനെ പറഞ്ഞിരുന്ന പേര് കടുക്കൻ എന്നാണ്. കല്ലിവെച്ച കടുക്കനാണ് പ്രധാനമായും പുരുഷന്മാർ ഉപയോഗിച്ചിരുന്നത്. പാണ്ടിക്കടുക്കൻ, ചിറ്റുകടുക്കൻ, വള്ളിക്കടുക്കൻ, ഇങ്ങനെ കടുക്കൻ പലതരത്തിലുണ്ട്.
അതുപോലെ ഒന്നാണ് കാതോല. പുരാതന പ്രഭു കുടുംബങ്ങളിലെ സ്ത്രീകൾ കാതിൽ അണിഞ്ഞിരുന്ന സ്വർണ്ണാഭരണമാണ് കാതോല. വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ മാത്രമേ ഈ ആഭരണം അണിഞ്ഞിരുന്നുള്ളൂ എന്ന പ്രത്യേകതയുമുണ്ട്. ശരപ്പൊളി മാല. ഇതൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല. ചുവപ്പ്, പച്ച എന്നീ നിറങ്ങളുള്ള കല്ലുകൾ സ്വർണ്ണ വലയത്തിൽ പിടിപ്പിച്ചാണ് ശരപ്പൊളി മാല നിർമ്മിക്കുന്നത്. കണ്ഠശരം എന്നും പേരുണ്ടായിരുന്ന ഈ മാല പുരാതന കേരളത്തിലെ സ്ത്രീകളുടെ പ്രിയപ്പെട്ട ഖണ്ഡാഭരണമായിരുന്നു. ആമാടപ്പെട്ടി എന്ന് കേട്ടിട്ടുണ്ടോ? ആമാട എന്ന നാണയം സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന പെട്ടിയാണ് ആമാടപ്പെട്ടി. അതുപോലെ ആമപ്പെട്ടിയുമുണ്ട്. സമ്പന്നർ പണ്ടുകാലങ്ങളിൽ ആഭരണങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന മരപ്പെട്ടിയാണ് ആമപ്പെട്ടി. ആമയുടെ പുറന്തോട് പോലെയുള്ള മൂടിയിൽ പിച്ചള കൊണ്ട് അലങ്കാരപ്പണികൾ ചെയ്തിരിക്കും. നാട്ടറിവ് ദിനത്തോടനുബന്ധിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു. അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.